ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബറുടെ റിയൽ ലൈഫ് ഗോസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പേര് ഹിമ. നമ്മൾ പലപ്പോഴും പ്രേതാനുഭവങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോൾ അത് എനിക്ക് കേൾക്കുമ്പോഴും നിങ്ങളത് കാണുമ്പോഴായാലും ഒരു പേടിയും ഭയവുമൊക്കെ തോന്നും. സമയം കഴിയുന്തോറും അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയുന്തോറും നമ്മളത് മറക്കും. ഈ ലോകത്തിൽ അങ്ങനെ ഒരു ദുഷ്ടശക്തി ഇല്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങും. എന്നാൽ സത്യത്തിൽ അത് അനുഭവിച്ചവർക്ക് അങ്ങനെ ആയിരിക്കില്ല. ജീവിത അവസാനം വരെയും ഉണങ്ങാത്ത ഒരു മുറിവായി അവരുടെ മനസ്സിൽ അതുണ്ടാകും. അങ്ങനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു പ്രേതാനുഭവമാണ് നമ്മുടെ സബ്സ്ക്രൈബറായ ഹിമയ്ക്കും ഉണ്ടായത്. തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങളെയും ഭയപ്പെടുത്തും. വീഡിയോയിലേക്ക് പോകുന്ന മുൻപായി നിങ്ങളെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കും കമന്റുമായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. കൂടാതെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനും അത് സഹായിക്കും. കണ്ണൂർ കണ്ണാടിപ്പറമ്പ്. ഹിമ അക്കൗണ്ടിംഗ് പഠിക്കുകയായിരുന്നു. ഹിമയ്ക്ക് ഒരു സഹോദരനുണ്ട്. സംഭവം നടക്കുന്ന ദിവസം വീട്ടിൽ ആരും തന്നെ ഇല്ലായിരുന്നു. അമ്മ ജോലിക്കും അനിയൻ സ്കൂളിലും പോയി. ഹിമ വീട്ടിൽ തനിച്ചാണ്. അമ്മയും അനിയനും വരാൻ വൈകുന്നേരമാകും. നേരം ഉച്ചയായതോടെ അവൾ ഭക്ഷണം കഴിച്ച് ബെഡ്റൂമിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞു. പെട്ടെന്ന് വീടിന്റെ അകത്തു നിന്നും അവളുടെ പേര് ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടു. ആ ശബ്ദത്തിന് അവളും എന്താ എന്ന് തിരിച്ചു ചോദിച്ചു. കാരണം അവൾ വിചാരിച്ചത് അമ്മ എന്ന് നേരത്തെ വീട്ടിലെത്തിയെന്നാണ്. അമ്മയാണ് തന്നെ വിളിച്ചതെന്നാണ് അവൾ കരുതിയത്. പക്ഷേ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി എന്താ എന്ന് ചോദിച്ചപ്പോഴും തിരിച്ചു മറുപടി ഒന്നും വന്നില്ല. ഇപ്പൊ ഹിമയ്ക്ക് ചെറുതായി ഒരു ഭയം വരാൻ തുടങ്ങി. കാരണം അവളുടെ പേര് വിളിക്കുമ്പോഴുണ്ടായ ആ ഒരു സ്വരം വളരെ ഭീകരമായിരുന്നു. 3 തവണ ആവർത്തിച്ച് വിളിക്കുന്നത് അവൾ കേട്ടു. ഹിമയുടെ മനസ്സിൽ ഭയം കൂടാൻ തുടങ്ങി. ഓരോ തവണ അവളെ വിളിക്കുമ്പോഴും ആ സ്വരത്തിൽ ദേഷ്യത്തിന്റെ അളവ് കൂടുന്നത് പോലെ അവൾക്ക് തോന്നി. തന്നെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് പോലുള്ള ഒരു ശബ്ദമായിരുന്നു അത്. അവളും കട്ടിലിന്റെ ഒരു മൂലയ്ക്കായി ഒതുങ്ങിയിരുന്നു. വൈകുന്നേരമായപ്പോൾ അമ്മ ജോലി സ്ഥലത്ത് നിന്നും തിരികെ വീട്ടിലെത്തി. എന്നാൽ അമ്മയോട് നടന്ന സംഭവങ്ങളൊന്നും ഹിമ പറഞ്ഞില്ല. അന്ന് രാത്രി എല്ലാവരും അത്താഴം കഴിച്ച് കിടന്നു. എന്നാൽ ഹിമയ്ക്ക് ഉറക്കം വന്നില്ല. എങ്ങനെയോ കഷ്ടപ്പെട്ട് ഒരു 11:30 അവൾ ഉറങ്ങി. ഇപ്പൊ പെട്ടെന്ന് അവൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. സമയം കറക്റ്റ് 3 മണി. പിന്നെ അവൾക്ക് ഉറക്കം വന്നതേയില്ല. 2-3 മിനിറ്റിനകം മുറിയുടെ ജനാലകൾക്കപ്പുറത്ത് പുറത്തു നിന്നും ഒരു ശബ്ദം. ആരോ ചിലങ്കയിട്ട് നടക്കുന്നത് പോലെ ഒരു ശബ്ദമായിരുന്നു കേട്ടത്. കൂടെ ഈ പൂജകളൊക്കെ നടത്തുമ്പോഴുണ്ടാകുന്ന മണിയടിയുടെ ശബ്ദവും, അതും വളരെ ഉച്ചത്തിൽ. കൂടെ കിടക്കുന്ന അമ്മയ്ക്ക് ഇതൊന്നും കേൾക്കുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി. കാരണം അമ്മ നല്ല ഉറക്കത്തിലാണ്. ഹിമ ആകെ ഭയന്ന് വിറച്ചു. അവളുടെ ശരീരമാകെ മരവിച്ചതുപോലെയായി. തന്റെ കൂടെ കിടക്കുന്ന അമ്മയെ വിളിച്ചുണർത്തണം എന്നൊക്കെയുണ്ട്. പക്ഷേ ശബ്ദം പുറത്തു വരുന്നില്ല എന്ന് മാത്രമല്ല, കൈവിരൽ ചലിപ്പിക്കാൻ പോലും സാധിക്കുന്നില്ല. ആരോ പിടിച്ച് കെട്ടിയിട്ട പോലെ. മൊത്തത്തിൽ ഒരു കോമയിലേക്ക് പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ഭയം കാരണം കണ്ണുകൾ ഇറുക്കി അടയ്ക്കണമെന്നൊക്കെയുണ്ട്. പക്ഷെ അതിനും സാധിക്കുന്നില്ല. അല്പസമയത്തിൽ ആ ശബ്ദം കുറഞ്ഞു വരാൻ തുടങ്ങി. കേട്ട ശബ്ദം മുഴുവനായും നിലച്ചപ്പോൾ മാത്രമാണ് ഹിമയ്ക്ക് അവളുടെ ജീവൻ തന്നെ തിരികെ കിട്ടിയത്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും നല്ല ഉറക്കത്തിലേക്ക് പോയി. പെട്ടെന്ന് വീണ്ടും നേരത്തെ കേട്ട അതേ ശബ്ദം കുറച്ച് അകലെ നിന്നും അടുത്തേക്ക് വരുന്നത് പോലെ കേൾക്കാൻ തുടങ്ങി. എന്നാൽ ഇപ്പോ അവൾക്ക് ഭയമില്ലായിരുന്നു. അവൾ ആ കട്ടിൽ നിന്നും എഴുന്നേറ്റ് ഇരുന്നു. ആ ശബ്ദത്തെ ശ്രദ്ധിച്ചു. അതവളുടെ അടുത്തെത്തിയെന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന ഹിമയുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ബെഡിൽ ഇരിക്കുന്ന ഒരാളെ ഷോൾഡറിൽ പിടിച്ച് ആരെങ്കിലും ബെഡിൽ കിടത്തിയാൽ എങ്ങനെ ഉണ്ടാകും? അതുപോലെ അവൾക്കും അനുഭവമുണ്ടായി. അവളുടെ ഷോൾഡറിൽ ആരുടെയോ കൈകൾ സ്പർശിച്ചതുപോലെ തോന്നി. അങ്ങനെ അവൾ കിടന്നു. ചിലങ്കയുടെയും മണി കൊട്ടുന്ന ശബ്ദവും അടുത്തേക്ക് വരുംതോറും വീണ്ടും വീണ്ടും ശരീരം മരവിക്കാൻ തുടങ്ങി. കുറെ നേരം മരവിച്ച് അങ്ങനെ കിടന്നു. പിന്നീട് ആ ശബ്ദം ദൂരേക്ക് പോയി. വീണ്ടും അവൾ നല്ല ഉറക്കത്തിലേക്ക് പോയി. അന്നത്തെ ദിവസം അതങ്ങനെ കടന്നുപോയി. പിറ്റേന്ന് രാവിലെ വീണ്ടും പഴയതുപോലെ അമ്മ ജോലിക്കും അനിയൻ സ്കൂളിലേക്കും പോയി. ഹിമയ്ക്ക് ലീവായതുകൊണ്ട് അവൾ ക്ലാസ്സിൽ പോയില്ല. അതിനാൽ അന്നും അവൾ വീട്ടിൽ ഒറ്റയ്ക്ക് തന്നെ. അന്ന് പകൽ മുഴുവനും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. എങ്കിലും തലേന്ന് രാത്രി ഉണ്ടായ ആ അനുഭവം അവളുടെ മനസ്സിൽ നിന്നും പോയില്ല. അതിനാൽ അന്നത്തെ ദിവസം രാത്രി ഹിമ അമ്മയോട് പറഞ്ഞു, ഞാൻ ഹാളിൽ സോഫയിൽ കിടന്നുറങ്ങിക്കൊള്ളാമെന്ന്.
അതിനമ്മയും അതെന്താ ഇവിടെ കിടക്കാത്ത എന്താ എന്ന്. ഒന്നുമില്ല, ഇവിടെ കിടന്നിട്ട് ഉറക്കം ശരിയാകുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് അവൾ പുതപ്പും പില്ലോയും എടുത്ത് ഹാളിലേക്ക് പോയി. അവിടെ കിടന്നു. അമ്മ വാതിലും അടച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടക്കാൻ മുറിയിലേക്ക് പോയി. മുറി മുഴുവനും ഇരുട്ടാണ്. ഒരു ബെഡ് ലാമ്പിന്റെ വെളിച്ചം മാത്രമേ ആ മുറിയിലുള്ളൂ. അവളും ഉറങ്ങാൻ തുടങ്ങിയില്ല. എന്തോ ഉറക്കം വരാത്തതുപോലെ. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഹിമ മെല്ലെ കണ്ണുകൾ അടച്ചു. ഒരു 5-6 സെക്കൻഡ് കഴിഞ്ഞ് അവൾക്ക് പെട്ടെന്ന് കണ്ണുകൾ തുറക്കണമെന്ന് തോന്നി. തുറന്നു കഴിഞ്ഞപ്പോഴാണ് അവൾ കണ്ടത് സ്റ്റെയർ കേസിൽ ഒരു സ്ത്രീ രൂപം. മുഖമൊന്നും വ്യക്തമല്ല, എന്നാൽ കണ്ടാൽ ഒരു സ്ത്രീ പോലെ തന്നെയുണ്ട്. കുറെ മുടിയുണ്ട്, ആവശ്യത്തിന് നീളമുണ്ട്, കാണാൻ മെലിഞ്ഞിട്ടാണ്. മൊത്തത്തിൽ ഒരു കറുത്ത നിഴൽ പോലെയാണ് തോന്നിയത്. എങ്കിലും അവളുടെ ഉള്ളിൽ ഒട്ടും ഭയം തോന്നിയില്ല. അതെന്തുകൊണ്ടാണെന്നറിയില്ല. അങ്ങനെ സ്റ്റെയറിലുണ്ടായിരുന്ന ആ രൂപം പതിയെ പടികൾ ഇറങ്ങി വരാൻ തുടങ്ങി. ഇത് കാണുന്ന അവൾക്ക് അപ്പോൾ പോലും ഒരു തരി ഭയം വന്നില്ല. അത് പടി ഇറങ്ങി വരുമ്പോഴാണ് അവൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. അത് ആ പടി ഇറങ്ങി വരുന്നത് പോലെ തോന്നിയില്ല. കാരണം കാലുകളില്ലാതെ നീങ്ങി നീങ്ങി വരുന്നത് പോലെയാണ് തോന്നിയത്. അതും വളരെ വേഗത്തിലായിരുന്നു അത് നീങ്ങി വന്നത്. അവസാനം ആ ഒരു രൂപം ഹിമ കിടന്നതിന്റെ കാലിന്റെ ഭാഗത്ത് വന്ന് നിന്നു. പിന്നെ അത് അവിടെ നിന്ന് നീങ്ങി അവളുടെ തലയുടെ ഭാഗത്തേക്ക് വന്ന് നിന്ന് അവളെ തന്നെ നോക്കി നിൽക്കുന്നത് പോലെ തോന്നി. അവളുടെ ശ്രദ്ധ മുഴുവനും ആ രൂപത്തിൽ തന്നെയായിരുന്നു. അതിന്റെ 2 കൈകളും ചലിക്കുന്നത് കണ്ടു. പിന്നെ ആ 2 കൈകളും അവളുടെ മുഖത്തെ നോക്കി വന്നു. 2 കവിളുകളിലും പിടിച്ചതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ആ സെക്കൻഡിൽ തന്നെ അവളുടെ മുഖമാകെ തരിച്ചു മരവിച്ചു. പതിയെ ശരീരം മരവിച്ചു വിറയ്ക്കാൻ തുടങ്ങി. തലേന്ന് രാത്രി ഉണ്ടായ അതേ അനുഭവം. ശരീരം ചലിക്കാൻ കഴിയാത്ത അവസ്ഥ. കണ്ണുകൾ അടയ്ക്കാൻ പറ്റുന്നില്ല. എങ്കിലും കഷ്ടപ്പെട്ട് 2 കണ്ണുകളും ഇറുക്കി അടച്ചു പിടിച്ചു. അങ്ങനെ അവിടെ കിടന്നു. കുറെ കഴിഞ്ഞ് ശരീരത്തിലെ മരവിപ്പ് പോയപ്പോൾ മെല്ലെ കണ്ണുകൾ തുറക്കണോ എന്ന ചിന്തയിൽ അങ്ങനെ കിടന്നു. പതിയെ കണ്ണുകൾ തുറന്നു. ചുറ്റും നോക്കി. ഇപ്പോൾ ആ രൂപത്തെ കാണുന്നില്ല. ഹിമയ്ക്ക് ഒരല്പം ആശ്വാസം തോന്നി. ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. പിറ്റേന്ന് രാവിലെ തന്നെ അമ്മയോട് തനിക്ക് രാത്രി ഉണ്ടായ ആ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് കേട്ട അമ്മയും കുറച്ചുനേരം ഒന്നും മിണ്ടിയില്ല. അമ്മയും അത് വിശ്വസിച്ചു. കാരണം അമ്മയും കാണാറുണ്ടായിരുന്നു ഇങ്ങനെയുള്ള രൂപങ്ങൾ. കുറെ അനുഭവങ്ങൾ അമ്മയ്ക്കും ഉണ്ടായിട്ടുണ്ട്. മകൾ പേടിക്കും എന്ന് വിചാരിച്ച് ഇത്രയും ദിവസം ആ അമ്മ പറയാതിരുന്നതാണ്. അമ്മയ്ക്കുണ്ടായ അനുഭവങ്ങളും ഇപ്പോൾ അമ്മ ഹിമയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹിമയുടെയും അമ്മയുടെയും അനുഭവങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. മുൻപിൽ അങ്ങനെ ഒരു രൂപം, അതിന്റെ കൈകൾ അവളുടെ മുഖത്ത്, മരവിച്ച് നിലച്ചുപോയ ശരീരം. ആ രൂപത്തെ കാണാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കാൻ അവളെടുത്ത കഷ്ടപ്പാട് ഒരിക്കലും അവളുടെ ജീവിതത്തിൽ നിന്ന് മറക്കാനാകാത്ത അമാനുഷികമായ അനുഭവമായിരുന്നു അത്. ഇന്നും അതേ അനുഭവത്തിലൂടെ ഹിമയും കുടുംബവും കടന്നു പോകുന്നുണ്ട്. ദൈവങ്ങളുണ്ടെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ഈ ലോകത്തിൽ ദുഷ്ടശക്തികളുമുണ്ടെന്ന് അവൾ വിശ്വസിക്കുന്നു അവളുടെ ജീവിതത്തിലെ അനുഭവത്തിലൂടെ. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊക്കെ കേട്ടിരിക്കുമ്പോൾ നമുക്കൊരല്പം ഭയം തോന്നും. എന്നാൽ സമയം കഴിയുമ്പോൾ ഇതൊക്കെ വെറും കെട്ടുകഥകളാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇങ്ങനെയൊന്നും ഇല്ല എന്ന് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. ദുഷ്ടശക്തികളൊന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ നമ്മെ പഠിപ്പിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ ഭയവും ആ ഒരു നിമിഷത്തിന്റെ യാഥാർത്ഥ്യവും മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾക്കും ഇങ്ങനെയുള്ള പ്രേതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കോ മെയിൽ ഐഡിയിലേക്കോ ഷെയർ ചെയ്യാം. വളരെ ഭയാനകമായ സംഭവമാണെങ്കിൽ തീർച്ചയായും നമ്മളത് വീഡിയോ ആയി ചെയ്യും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.